ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെന്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് പോളിഹൈഡ്രാംനിയോസ് എന്ന അവസ്ഥയെ പറ്റി ചിന്തിക്കാം. കുട്ടി കിടക്കുന്ന വെള്ളമാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. ഇതിന്റെ അളവ് കൂടുന്നതിനെയാണ് പോളിഹൈഡ്രാംനിയോസ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് 24ന്റെ ഉള്ളിൽ നിൽക്കണം എന്നുള്ളതാണ് കണക്ക്. അതിൽ കൂടുതലാണെങ്കിൽ പോളിഹൈഡ്രാംനിയോസ് എന്ന് പറയും. ഇത് വരാനുള്ള കാരണങ്ങൾ നമുക്ക് പലതുണ്ട്. ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാസന്റ, ഈ കുട്ടി കിടക്കുന്ന ഒരു ക്യാവിറ്റി ഉണ്ട്, ആംനിയോട്ടിക് ക്യാവിറ്റി. അതിന്റെ മെംബ്രെയിനിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡ്, കുട്ടിയുടെ ശരീരത്തിൽ വരുന്ന ഫ്ലൂയിഡ്, തൊലിപ്പുറത്തു നിന്ന് വരുന്ന ഫ്ലൂയിഡ്, കുട്ടി ഒഴിക്കണ മൂത്രം, ഇതെല്ലാമാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത്. ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കുട്ടി കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ എക്സസ് പ്രൊഡക്ഷൻ വരുന്നതിനുള്ള കാരണങ്ങൾ എടുത്താല് മെറ്റേണൽ കോസസ് ഉണ്ട്, ഫീറ്റൽ കോസസ് ഉണ്ട്. അപ്പൊ മെറ്റേണൽ കോസസിൽ വരുന്നത് മദറിന് വരുന്ന അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ്, മെറ്റേണൽ ഇൻഫെക്ഷൻസ്, ടോർച്ച് ഇൻഫെക്ഷൻസ്, സിഫിലിറ്റിക് ഇൻഫെക്ഷൻസ്, പിന്നെ RH ഐസോഇമ്മ്യൂണൈസേഷൻ, ട്വിൻ പ്രഗ്നൻസി ഉണ്ടെങ്കിലും ചിലപ്പോൾ പോളിഹൈഡ്രാംനിയോസ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ പ്ലാസന്റയിൽ വരുന്ന ചില ട്യൂമറുകൾ, ചില സ്വെല്ലിങ്ങുകൾ എല്ലാം പോളിഹൈഡ്രാംനിയോസിന് കാരണമാകാറുണ്ട്. കുട്ടിക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ, ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകൾ, അല്ലെങ്കിൽ അനൻകെഫാലി, പിന്നെ ഈ കുഞ്ഞിന്റെ ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കുടിക്കുന്നതിലുള്ള തടസ്സങ്ങൾ, കുഞ്ഞിന് ചിലപ്പോൾ മസിൽ വീക്ക്നെസ് കൊണ്ട് ഈ വെള്ളം കുടിക്കാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എക്സസ് ഫ്ലൂയിഡ് ഉണ്ടാകും. പിന്നെ അല്ലെങ്കിൽ കുഞ്ഞിന്റെ അന്നനാളത്തിലോ ഇൻഡസ്റ്റൈനിലോ വരുന്ന ചുരുക്കങ്ങൾ, അത് അട്രീഷ്യ എന്ന് പറയും. ട്രക്കിയോ ഈസോഫേജിയൽ അട്രീഷ്യ, ഈസോഫേജിയൽ അട്രീഷ്യ, ഇൻഡസ്റ്റൈനൽ അട്രീഷ്യ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ ആ വെള്ളം കുടിക്കുമ്പോൾ ഈസോഫാഗസ് ഇൻഡസ്റ്റൈനിലേക്കാണല്ലോ പോകുന്നത്. അങ്ങനെ വരുന്നതിനുള്ള തടസ്സങ്ങൾ വന്നാൽ വരാം. പിന്നെ ട്യൂമറുകൾ, ഈ ശ്വാസകോശത്തിലോ അല്ലെങ്കിൽ ഹാർട്ടിലോ ഒക്കെ ഉള്ള ട്യൂമറുകൾ വന്നിട്ട് ഈ ഈസോഫാഗസിനെ കംപ്രസ് ചെയ്താലും വെള്ളം കുടിക്കാൻ പറ്റാതെ വരാം. പിന്നെ ഡയഫ്രമാറ്റിക് ഹെർണിയ ഉണ്ടെങ്കിൽ വരാം. പിന്നെ ക്രോമസോം ഡിഫക്ട്സ്, കുഞ്ഞിൽ വരുന്ന ക്രോമസോമൽ അനോമലീസ്, ട്രൈസോമി 21, ട്രൈസോമി 18, ട്രൈസോമി 13, ഇതെല്ലാം ആംനിയോട്ടിക് ഫ്ലൂയിഡ് എക്സസിന് കാരണമാകാറുണ്ട്. പിന്നെ കുട്ടിയുടെ യൂറിൻ കൂടുതലായിട്ട് വരികയാണെങ്കിൽ, ഡയബറ്റീസ് ഇൻസിപ്പിഡസ് കൊച്ചിനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാർട്ടേഴ്സ് സിൻഡ്രോം ഉണ്ടെങ്കിൽ, പിയറി റോബിൻ സിൻഡ്രോം ഉണ്ടെങ്കിലൊക്കെ യൂറിൻ പ്രൊഡക്ഷൻ അധികമായിട്ട് വരികയും അങ്ങനെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് അളവ് കൂടുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് അളവ് കൂടുതലുള്ളത് നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ കാരണം എന്താണെന്നുള്ളത് അൾട്രാസൗണ്ട് വഴി കണ്ടുപിടിക്കുന്നത് എല്ലാ കാരണങ്ങളും, കുട്ടിക്കുള്ള എല്ലാ പ്രശ്നങ്ങളും സ്കാൻ വഴി ഡിറ്റക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് ചിലപ്പോൾ നമ്മൾ വളരെ ജാഗ്രതയായിട്ട് ഒരു 4D അൾട്രാസൗണ്ട് സ്കാനിങ്ങോ അല്ലെങ്കിൽ ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന്റെ കംപ്ലീറ്റ് ഇവാലുവേഷൻ ഓഫ് ദ ബേബി എല്ലാം നോക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളതിനുള്ള കാരണം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ യാതൊരു കാരണവും ഇല്ലാതെയും ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കൂടാറുണ്ട്. അപ്പൊ ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കൂടുകയാണെങ്കിൽ അത് പ്രീടേം ഡെലിവറിക്ക് കാരണമാകാറുണ്ട്. ചിലപ്പോൾ പ്ലാസന്റ വിട്ടുപോകാറുണ്ട്, പ്രസവത്തിന് മുമ്പ് തന്നെ വിട്ടുപോകാറുണ്ട്. പിന്നെ കോഡ് പ്രൊലാപ്സ് വരാറുണ്ട്, സിസേറിയനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പോളിഹൈഡ്രാംനിയോസ് ഉണ്ട് എന്ന് പറയുമ്പോൾ വളരെ അലർട്ട് ആവേണ്ടതുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. കാരണം എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ അത് മാനേജ് ചെയ്യുകയും വേണം. പിന്നെ ഡെലിവറിയുടെ സമയം ചിലപ്പോൾ നമ്മൾ അഡ്മിറ്റായിട്ട് ക്ലോസ് മോണിറ്റർ ചെയ്തിട്ട് കഴിയുന്നതും ഡെലിവറി മാച്യൂരിറ്റി എത്തിയിട്ട് ഡെലിവറി ആക്കേണ്ട കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. പിന്നെ എക്സസ് ആയിട്ട് വല്ലാതെ ഡിസ്കംഫർട്ട് വരികയാണ് മദറിനെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഒന്ന് കുത്തിയെടുത്ത് കുറച്ച് റെഡ്യൂസ് ചെയ്യേണ്ടിയും വരാറുണ്ട്.